സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നലെ 24-ാം നൂറ്റാണ്ടിലെ ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ശാസ്ത്രീയ സ്വഭാവത്തെക്കുറിച്ചിട്ടും ഇപ്പോഴുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചൂഷണ രീതികളും എങ്ങനെ ഇല്ലാതാവും എന്നതിനെക്കുറിച്ചിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു, എന്തുകൊണ്ട് ഈ നിലവിലിരിക്കുന്ന വളരെ എക്സ്റ്റൻസീവായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണ ശാസ്ത്രീയ പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയ ഈ ആധുനിക ചികിത്സാ സമ്പ്രദായത്തെ ഇത്രത്തോളം താറടിക്കുന്നു എന്നതിനുള്ള, അല്ലെങ്കിൽ ഇതിനെ നിഷേധിക്കുന്നു. ഞാൻ നിഷേധിക്കല്ല, ഞാൻ സ്വാഭാവികമായ സമൂഹത്തിൻ്റെ വികാസത്തെക്കുറിച്ചിട്ട്, വളർച്ചയെക്കുറിച്ചിട്ട്, ഇവല്യൂഷനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണ്. കാരണം ഇതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പം നിലവിലിരിക്കുന്നതിനെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇന്ന് അതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിലവിലിരിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഏറ്റവും നിലവിൽ ഇരിക്കുന്നതിൽ ഏറ്റവും ശാസ്ത്രീയമായി ചെയ്യാൻ കഴിയുന്നത് പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തിലാണ്, അതായത് അലോപ്പതിക്ക് തന്നെയാണ്. അത് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ പ്രകൃതിയോടിണങ്ങാനും പ്രകൃതിയുടെ ചികിത്സ നടത്താനുള്ള കഴിവുകളൊന്നുമില്ല. കാരണം ഇവിടെ പ്രകൃതി വിരുദ്ധമായതോ പ്രകൃതിക്ക് അതീതമായതോ ആയ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പ്രകൃതി എന്ന് പറയുന്നത് നടക്കില്ല. പക്ഷേ ഇതിൽ എന്തൊക്കെ വേണ്ടാത്തതുണ്ട്, എന്തൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മനസ്സിലാക്കി ശാസ്ത്രീയമായി അത് ഓരോന്നും എങ്ങനെ ഒഴിവാക്കാം, അങ്ങനെ ഒഴിവാക്കി വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കടന്നുകൂടിയത് എന്നുകൂടെ മനസ്സിലാവുന്നതോടുകൂടി, അതായത് ചൂഷണത്തിനായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് ഇത് വന്നത് മനസ്സിലാക്കുന്നതോടുകൂടി പുതിയ രീതികളും ഈ കാര്യത്തിനെ ഫലപ്രദമായി നേരിടാനുള്ള ശാസ്ത്രീയ രീതികളും വരും. എന്നാൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ട് കാര്യമുള്ളൂ. അതല്ലാതെ പെട്ടെന്ന് ഞാനീ പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ ചികിത്സകളും ഒഴിവാക്കണമെന്നും അവരെയൊക്കെ തള്ളിപ്പറയണം എന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇന്നത്തെ നിലയനുസരിച്ച്, ഇന്നത്തെ ഉപകരണങ്ങളും ഇന്നത്തെ ശാസ്ത്രബോധവും അനുസരിച്ച് ഇതാണെങ്കിൽ പോലും അതിനും പരിണാമം ഉണ്ടാവുന്നു, അതും മാറിക്കൊണ്ടിരിക്കുന്നു. ഈ മാറ്റത്തിൻ്റെ കാരണങ്ങളായ, അടിസ്ഥാന കാരണങ്ങളായ ശാസ്ത്രത്തിൻ്റെയും ടെക്നോളജിയുടെയും വളർച്ചയിൽ നിന്നും, അതേപോലെ വിജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ നിന്നും, വിജ്ഞാന സ്ഫോടനത്തിൽ നിന്നും യഥാർത്ഥത്തിൽ പല പല മാറ്റങ്ങളും ഉണ്ടാവുമെന്നും, ആ മാറ്റങ്ങളിൽ പ്രത്യേകിച്ചും വേണ്ടാത്ത പ്രത്യേകിച്ചും ആരോഗ്യ സംരക്ഷണത്തിന്, ചികിത്സക്ക് സ്വകാര്യ സ്വത്ത് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ലാഭം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു മേഖലയല്ലാതായി മാറുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്.
അതല്ലാതെ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് മാറി ഇതൊക്കെ ഒഴിവാക്കണം എന്നല്ല ഞാനത് ഉദ്ദേശിച്ചത്. ഇതിലുള്ള എന്തൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന് ശാസ്ത്രീയമായി ചിന്തിക്കണം എന്ന് ഞാനതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വയം പരീക്ഷണം ഗവേഷണം നടത്താവുന്നതാണ്. ഇത് രോഗികൾക്കും നടത്താവുന്നതാണ്, അതേപോലെ ഡോക്ടർമാർക്കും നടത്താവുന്നതാണ്. രോഗികളുടെ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും സത്യസന്ധമായ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാബറട്ടറി ഉണ്ട്. ഏതാണത്? അവരുടെ ശരീരം തന്നെ. ആ ശരീരത്തിന് നിർമ്മിക്കാൻ ഉണ്ടാക്കാൻ കഴിയും. അതിൻ്റെ ഓരോ സെല്ലുകളെയും ഉണ്ടാക്കാൻ, അതിൻ്റെ കേടുപാടുകൾ തീർത്ത് പുതുതായിട്ട് ഉണ്ടാക്കാനൊക്കെയുള്ള കഴിവ് ആ ജീവനുള്ള മനുഷ്യ ശരീരത്തിനുണ്ട്. അപ്പോൾ അതുള്ള ഏതൊരാൾക്കും ഈ പരീക്ഷണം സ്വയം നടത്താവുന്ന നല്ല ബോധ്യവും ശാസ്ത്രീയമായ അറിവുള്ളവർ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതല്ലാതെ എന്നെ ബ്ലെയിം ചെയ്യരുത്. ഇത് പൂർണ്ണമായും അങ്ങനെ ആവും എന്ന് നല്ല ബോധ്യമുണ്ടെങ്കിൽ മാത്രം നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടത്തരുത്. സ്വയം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ വാക്കുകളും ശരിയാണോ എന്ന് പരിശോധിച്ച് അതിൽ സംശയമുണ്ടെങ്കിൽ സംശയം തീർത്ത് തൊട്ട അയൽവാസികളോടോ തൊട്ട അടുത്ത് തന്നെയുള്ള വിദഗ്ധരോടോ സ്വയം തീർത്ത് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായ സംശയം തീർന്നിട്ട് ശരിയാണെന്ന് ബോധ്യമായാൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. എന്തായാലും ഞാൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധാരണ പ്രത്യേകിച്ച് ഈ പൊല്യൂഷനൊക്കെ അല്ലെങ്കിൽ പൊല്യൂട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ അന്തരീക്ഷത്തിലുള്ള PPT പൊല്യൂട്ടൻ പാർട്ടിക്കിൾസ് പെർ 1000 എന്തൊക്കെയാണത്. എന്തായാലും അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നും അത് ഒരു പ്രധാനമായുള്ള ആസ്തമയ്ക്ക് അല്ലെങ്കിൽ ശ്വാസതടസ്സത്തിന് കാരണമാകുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് ആസ്തമയുണ്ട്. ഞാനും ആസ്തമയുടെ വലിയൊരു ഓഫീസറായിരുന്നു. 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഞാൻ ആസ്തമയുടെ അങ്ങേ അറ്റത്ത് വരെ എത്തിയെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് ഓരോ ദിവസവും മരുന്ന് കഴിച്ചില്ലെങ്കിൽ രാത്രി കഴിഞ്ഞിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ തുടങ്ങി അത് ആസ്തമ മാത്രമല്ല, ജലദോഷം, ചൊറി, ചെരങ്ങ്, കരപ്പൻ, കാൽവിള്ളൽ, പനി, അതുപോലെ താരൻ, ഇങ്ങനെ പല ഇതും ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാവും. ഈ പനി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനെ അതിനെ അന്ന് അനാസിനാണുള്ളത്, അനാസിൻ കഴിച്ച് അത് മാറും. അങ്ങനെയാണ് അവസാനം പിന്നെ ചുമ ഉണ്ടാവും. ഈ പനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കഫ ഉണ്ടാവും. എന്നിട്ട് ചുമച്ച് തുപ്പിക്കളയും. അങ്ങനെയൊക്കെ അതേപോലെ പിന്നെ അസാധാരണമായിട്ടുണ്ടായിരുന്ന തുമ്മലാണ്, തുടർച്ചയായ തുമ്മൽ, പിന്നെ മൂക്കൊലിപ്പ്, തുടർച്ചയായ മൂക്കൊലിപ്പ്. ഇതൊക്കെ ഉണ്ടായതിന് ശേഷം ഇത് ഈ ആസ്മ ഉള്ളപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അതേപോലെ കണ്ണ് ചൊറിയൽ, അതേപോലെ പിന്നെ ഈ 70-ലാണെന്നാണ് തോന്നുന്നത്, പെരിന്തൽമണ്ണ ഒരു ബാലഗോപാലൻ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഈസ്നോഫിലിയാണ് എന്തോ ഒരു രക്തം പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇതിലെ അണുക്കൾ കുറച്ച് കൂടുതൽ, ഈസ്നോഫിലിസ് അണുക്കൾ കൂടുതലുണ്ട്, അതിന് മരുന്ന് കഴിച്ചാൽ. അങ്ങനെ മരുന്ന് കഴിച്ചു. പക്ഷേ
അസുഖം അങ്ങനെ തന്നെ നിലനിന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ അവസാനമായപ്പോഴേക്ക് അന്ന് ഉണ്ടായിരുന്നു, അതായത് 89 എനിക്ക് എൻ്റെ മാറ്റം ഉണ്ടായത്. 70 മുതൽ 89 വരെ, 70 തുടങ്ങി 89 വരെ, ആ അതായത് ഏകദേശം 20 വർഷം. ഈ 20 വർഷം അവസാനമായപ്പോഴേക്ക് ഞാൻ ഫെഡറൽ എസ് എ എന്ന ഒരു 2 ലെയറുള്ള ഞാൻ തന്നെ പറഞ്ഞിരുന്നത് 2 അടുക്ക് 2 കളറായിരുന്നു അതായിരുന്നു അന്ന് കഴിച്ചിരുന്നത്. അത് ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈകുന്നേരം കിടക്കുമ്പോൾ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അല്ല, ഇത് കഴിക്കാതെ കിടന്നാൽ രാത്രി ആകുമ്പോഴേക്ക് വില്ലൻ വരും, വലി വരും. വന്നാൽ അവസാനമായപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒറ്റ ഇഞ്ചക്ഷനാണ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ ഫിഡ്രിൻ എന്ന് പറഞ്ഞ ഇഞ്ചക്ഷനോ മറ്റോ അങ്ങോട്ട് ചെയ്താൽ അപ്പോൾ തന്നെ മാറുമായിരുന്നു. ആ സൂചി ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്ക് അത് മാറുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ ഉണ്ടായിരുന്നത് പിന്നെ ഈ ഇഞ്ചക്ട് ചെയ്താലും മാറില്ല എന്ന അവസ്ഥയിൽ വരികയും മാത്രമല്ല, ഇങ്ങനെ ഈ വലി വന്നു കഴിഞ്ഞാൽ അത് ഗുളി കഴിച്ചാലും മാറാത്ത ഒരവസ്ഥ, ഇത്രയും ശക്തമായ ഇഞ്ചക്ഷൻ ചെയ്താലോ ഗുളിക കഴിച്ചാലോ ഒന്നും മാറാത്ത ഒരവസ്ഥയിലേക്ക് പിന്നെ വളരെ സാവധാനത്തിലേ മാറുള്ളൂ. ഇങ്ങനത്തെ ഒരവസ്ഥയിലായിരുന്നു ഇരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി നടത്തുക. അതായത് 1989 സെപ്റ്റംബർ 9 ഒരു ഓണക്കാലത്താണ് ഞാൻ ഒരു പുതിയ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പാരഡിഗം ഷിഫ്റ്റ് എന്ന് തന്നെ പറയാം നമ്മളെ ചിന്താഗതിയിൽ. അതുണ്ടാവാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, ഞാൻ മറ്റൊരാവശ്യത്തിനായിട്ട്, അതായത് എൻ്റെ തന്നെ ഒരു പെങ്ങളുടെ മകളുടെ അസുഖം മാറാൻ എന്താണ് വഴി എന്ന അന്വേഷണത്തിൽ കാരണം എൻ്റെ അസുഖത്തെക്കുറിച്ചിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം അന്നത്തെ മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റവും ശാസ്ത്രീയമായ വിവരങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസീസാണ്, അതിന് മാറ്റം, അതങ്ങനെ മാറില്ല, നമ്മളാ മരുന്ന് കഴിച്ചുകൊണ്ട് അതിനെ ഒതുക്കി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അതായത് നമ്മൾ പ്രമേഹം, പ്രഷറൊക്കെ കണ്ടില്ലേ, അതിനൊക്കെ എങ്ങനെയാണ് അതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനല്ലാതെ മാറുക എന്നുള്ളത് അതൊന്നും സയൻറ്റിഫിക് അല്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ രോഗം മാറ്റാനല്ല, എൻ്റെ പെങ്ങളുടെ മകൾക്ക് വളരെ അക്യൂട്ടായിട്ടുള്ള റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് യഥാർത്ഥത്തിൽ ഞാൻ ശിവശൈലം എന്ന് പറഞ്ഞ, അതായത് തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രത്തിനും തെങ്കാശിക്കും ഇടയ്ക്കുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട് ശിവശൈലം. ആ ഗ്രാമത്തിലെ ഒരു ആശ്രമത്തിൽ ചെന്നു. ഗുഡ് ലൈഫ് ആശ്രമം എന്നായിരുന്നു എൻ്റെ പേര്, അല്ലെങ്കിൽ നൽവാഴു ആശ്രമം, അതായത് നല്ല ജീവിത ആശ്രമം. ഇങ്ങനെ ഈ ആശ്രമത്തിൽ ചെന്നുപെടുകയും അവിടെ നിന്നാണ് എനിക്ക് ഒരു വലിയ ബോധോദയം തന്നെ ഉണ്ടായത്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സ്വഭാവവും പ്രതികരണങ്ങളാണ്. അതിന് കാരണം അതിന് അങ്ങോട്ട് കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഇൻപുട്ടാണെന്ന്. അതായത് ഏതൊരു വസ്തുവിൻ്റെയും ഇൻപുട്ടാണ്, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടാണ് ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത്. ഇൻപുട്ട് നന്നായാൽ ഔട്ട്പുട്ടും നന്നാവും, ഇൻപുട്ട് മോശമായാൽ ഔട്ട്പുട്ട് മോശമാവും. ഒരു ഫാക്ടറിയിൽ നല്ല കാറുണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ്. കാറിൻ്റെ ഘടകങ്ങളായപ്പോൾ നല്ല ഇരുമ്പാണെങ്കിൽ നല്ല കാറ് വരും, മോശം ഇരുമ്പാണെങ്കിൽ മോശം കാറ് വരും.
അതേപോലെ ഈ കാറ് മാത്രമല്ല, എന്ത് സാധനത്തിനും എന്തൊരു സിസ്റ്റത്തിനും അതാണ് ശരി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് ആദ്യമായിട്ട് മനസ്സിലാക്കി. അതായത് അതുവരെ വിചാരിച്ചിരുന്നത് ഇതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ തുമ്പുമ്പോൾ എന്താ ഭഗവാനെ ഞാനിങ്ങനെ തുമ്പുന്നത്, മറ്റാരും ഇങ്ങനെ തുമ്മുന്നില്ലല്ലോ. എൻ്റെ വീട്ടുകാരെ ഇപ്പോൾ എൻ്റെ പെങ്ങന്മാരൊക്കെ തുമ്മിയിരുന്നു കേട്ടോ. അവർക്കും തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു, എന്താ നമ്മൾ മാത്രം ഇങ്ങനെ തുമ്പുന്നു. പക്ഷേ അത് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതും പിന്നെ ഒരു പരിധിവരെ ഞങ്ങളുടെ ജനറ്റിക്കൽ കോമ്പോസിഷൻ ഉണ്ടാവും, ജീനുകളുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറകളായി നമുക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ ഭയങ്കരമായിട്ട് തുമ്പും. അപ്പോഴൊന്നും അന്നും അറിയില്ല. അപ്പോൾ അന്ന് നമ്മളെ ശ്രദ്ധിച്ചില്ല. അതായത് ഭക്ഷണം കൂടുതൽ കഴിച്ച് എന്താണ് ഈ തുമ്മുക എന്ന് പറഞ്ഞാൽ, ജലദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലദോഷം എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. തുമ്മലും എന്താണ്? കുറേ സാധനങ്ങൾ പുറത്തേക്ക് പോകും, ശ്വാസകോശത്തിലുള്ള കുറേ സാധനങ്ങൾ പുറത്തേക്ക് കളയണം. അതേപോലെ ചൊറി, ചിരങ്ങ, ഇതൊക്കെ തന്നെ ഒരു പരിധിവരെ നമ്മളെ ശരീരത്തിനകത്തുള്ള വസ്തുക്കളെ പുറന്തള്ളും. ചൊറിയാണെങ്കിൽ എന്താണ് വെച്ചാൽ നമ്മുടെ തൊലിയെ പൊളിച്ചിട്ട് പുറത്തേക്ക് കളയണമെന്ന് മാത്രം. അപ്പോൾ പുറത്തേക്ക് കളയുമ്പോൾ നമുക്ക് ചൊറി വരും. അല്ലെങ്കിൽ പിന്നെ അതേപോലെ ഈ ചിരങ്ങ്, അത് കരപ്പൻ, കാൽവിള്ളൽ, ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ സിസ്റ്റത്തിനകത്ത് കടന്ന വസ്തുക്കളെ പ്രകൃതിയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നിയമം അനുസരിച്ച് പുറന്തള്ളുകയാണ്. പുറന്തള്ളുമ്പോൾ അത് നമ്മളെ അറിയിക്കുക, അല്ലെങ്കിൽ നമ്മളെ സൂചന തരികയാണ്. ചൊറിയായിട്ടാണെങ്കിലും വേദനയായിട്ടാണെങ്കിലും പിന്നെ മറ്റ് ഏത് രൂപത്തിലാണ്, എന്തായാലും അങ്ങനെ തുടർച്ചയായ തുമ്മൽ. അതേപോലെ കണ്ണ് ചൊറിയൽ, മൂക്ക് എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും. മൂക്ക് ഒലിക്കുന്നതിന് എപ്പോഴും നമ്മൾ അന്ന് ഈ ഖാദിയുടെ വളരെ വില കുറഞ്ഞ നല്ല വൈറ്റ് ടവൽസ് ഉണ്ടായിരുന്നു. ഈ ടവലുകൾ നമുക്ക് 25 പൈസ അന്ന് വില ഉണ്ടായിരുന്നു. അങ്ങനെ ആ ടവലുകൾ വാങ്ങിച്ചു കുറേ 2-3 എണ്ണമൊക്കെ വെക്കും. അത് നമ്മൾ സ്കൂളിലൊക്കെ പോയി വരുമ്പോഴേക്ക് ഒന്ന് നനഞ്ഞ് പിണ്ടിയായിട്ടുണ്ടാവും. അപ്പം അത് മാറ്റി അടുത്തത്. അങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്. എന്തായാലും അത് ഈ ഈസ്നോഫിലിസ് ആണെന്ന് പറഞ്ഞു, പിന്നെ ആസ്മയാണെന്ന് പറഞ്ഞു. അതങ്ങനെ ഉയർന്ന നിലവാരത്തിൽ തന്നെ കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ച സത്യം, അതെന്താണ് പ്രപഞ്ച സത്യം, എന്താണ്? ഇൻപുട്ടാണ് ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത്. ഇൻപുട്ട് കൂടുതൽ ശരിയായാൽ ഔട്ട്പുട്ടും കൂടുതൽ ശരിയാവും. ഇൻപുട്ട് കൂടുതൽ മോശമായാൽ ഔട്ട്പുട്ടും കൂടുതൽ മോശമാവും. അത് മനസ്സിലാക്കി നമ്മളെ യഥാർത്ഥത്തിൽ കൂടുതൽ പ്രകൃതിയുടെ നിയമങ്ങൾ എന്താണെന്ന് ചിന്തിക്കാൻ ഉള്ള അവസരം അവിടുന്ന് കിട്ടി. കാരണം അവിടെ എന്താ, അവിടെ അവർ പറഞ്ഞിരുന്നത് മനുഷ്യൻ പുതുതായി അവൻ്റെ ഭക്ഷണപ്പട്ടികയിലേക്ക് ചേർത്ത, അവൻ്റെ മെനുവിലേക്ക് ചേർത്ത കാര്യങ്ങളൊക്കെ തന്നെ അബദ്ധമാണ്. അതിൻ്റെ ആവശ്യമില്ല. പ്രകൃതിയിൽ മറ്റൊരു ജീവിയും പ്രകൃതി നിശ്ചയിച്ച ഭക്ഷണമല്ലാത്തത് കഴിക്കുന്നില്ല. മനുഷ്യനും അങ്ങനെ കഴിക്കാം. തീ എന്നത് മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു വസ്തുവാണ്. അതേപോലെ പാത്രം എന്നത് മനുഷ്യൻ കണ്ടെത്തിയ ഒരു ടൂളാണ്. ഈ ടൂളില്ലാത്ത ലക്ഷക്കണക്കിന് കൊല്ലം മനുഷ്യൻ ഇവിടെ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട്. അന്ന് ഇവർക്ക് ഒരു അസുഖമില്ല. ഈ ടൂൾസാണ് മനുഷ്യന് അപകടം ഉണ്ടാക്കുന്നത്. ഈ ടൂൾസ്, ഓരോ ടൂളും നിയമങ്ങളെ തെറ്റിക്കാൻ, നിയമങ്ങളെ മറികടക്കാൻ, പ്രകൃതിയുടെ നിയമങ്ങളെ മറികടക്കാനും അതിനെ തോൽപ്പിക്കാനും ഉള്ള കഴിവുകൾ. പക്ഷേ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ പ്രകൃതി തിരിച്ചടിക്കും. ഈ തിരിച്ചടിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രോഗം. ഓർക്കുക, 1852 കാറൽ മാർക്സിൻ്റെ സുഹൃത്തായിരുന്ന, കൂട്ടുകാരനായിരുന്ന, പങ്കാളിയായിരുന്ന ഫെഡറിക് എംഗൽസ് അത് വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്.
പ്രകൃതിയെ നമ്മൾ തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കുന്നുണ്ടെങ്കിലും പ്രകൃതി പ്രതികാരം ചെയ്യുന്നത് എങ്ങനെയാവും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. രണ്ടാമതും ആദ്യം നമ്മൾ ജയിക്കുകയായിരിക്കെങ്കിലും രണ്ടാമതും മൂന്നാമതും പ്രകൃതി അതിനെ പ്രതികാരം ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനോ പ്രതിരോധിക്കാനോ അപ്രാപ്യമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മുടെ ഈ ജലദോഷം മുതൽ ആസ്തമ വരെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തും. അപ്പോൾ അതിലെന്തുള്ളൂ, ആദ്യം ഇൻപുട്ട് ഔട്ട്പുട്ട് തിയറി ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ തിയറി അതൊരു ഫിസിക്സിൻ്റെ തിയറിയാണ്. ഞാൻ ഫിസിക്സാണ് പഠിച്ചതും, അതുകൊണ്ട് തന്നെ ഫിസിക്സിൻ്റെ തിയറി അത് കൺസർവേഷൻ ഓഫ് എനർജി. കൺസർവേഷൻ ഓഫ് എനർജി തിയറി ഫോർ ലൈഫ്. എല്ലാ ജീവനുള്ള ഒരു ഇതാണ്. എന്താണ് കൺസർവേഷൻ? നമ്മൾ എനർജിയെ പരമാവധി എന്താണോ ആവശ്യം അതിനുപയോഗിക്കുക. ഈ സാധാരണ ഒരു രോഗം ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായും വിശപ്പുണ്ടാവില്ല. പ്രത്യേകിച്ച് ഈ തുടക്ക രോഗങ്ങളൊക്കെ, പനി, ജലദോഷം, ഇങ്ങനത്തെ രോഗങ്ങളാണെങ്കിൽ ഉടൻ തന്നെ വിശപ്പ് ശരീരം തന്നെ നിർത്തിവെച്ചിട്ടുണ്ടാവും. ആ നേരത്ത് പ്രകൃതിയെ അനുസരിക്കുക. പ്രകൃതിയെ അനുസരിക്കുക എന്നാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താണ്? ഭക്ഷണം ദഹിപ്പിക്കാനായിട്ട് ശരീരം ഉപയോഗിക്കുന്ന അതിൻ്റെ വൈറ്റൽ എനർജി, അതിൻ്റെ ജീവശക്തി അതിന് ലാഭിക്കാൻ പറ്റും. എന്ത്? ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കാൻ, അതിനെ കുഴക്കാൻ, അതിൻ്റെ ദഹന രസങ്ങൾ ഉണ്ടാക്കാൻ, അത് രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ പോലുള്ള അനേകം കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനർജി അതിന് ഉപയോഗിക്കേണ്ടി വരും. ആ എനർജിയാണ് നമ്മൾ ലാഭിക്കുന്നത്. അത് ലാഭിക്കണം എന്ന പ്രകൃതിയുടെ ഭാഷയാണ് നമുക്ക് പനി വരുമ്പോൾ ക്ഷീണം വരുന്നതും അവിടെ കിടക്കാൻ പറയണതും നമുക്ക് വിശപ്പില്ലാതാകും. വിശപ്പുണ്ടാവില്ല. അപ്പം നിർബന്ധമായിട്ട് നിങ്ങളൊരു ബിരിയാണി വാങ്ങിക്കൊടുത്താൽ അത് എൻ്റെ അഭിപ്രായത്തിൽ ചിലപ്പോൾ അയാളെ കൊല്ലാൻ തന്നെ മതി. അതായത് തീരെ ദഹിപ്പിക്കാൻ എനിക്ക് വയ്യ എന്ന് പറയുന്ന സമയത്ത് നല്ലൊരു ബിരിയാണി, അതായത് ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ 10-50 തരം വസ്തുക്കളുണ്ടാവും. പല പല വസ്തുക്കളും കൂട്ടിച്ചേർത്ത ഒരു കോക്ടെയിലാണ്. അതിനെ ഒന്നായിട്ട് നമ്മൾ കഴിച്ചാൽ ഈ 50 തരം വസ്തുക്കളെയും അത് ദഹിപ്പിക്കാൻ വ്യത്യസ്തമായ രാസവസ്തുക്കൾ വേണ്ടേ? അതൊക്കെ ഉണ്ടാക്കാൻ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഭീകരമായ എനർജി നഷ്ടം തന്നെ അതിനുണ്ടാവും. അതിന് പുറമെ വിശപ്പില്ല, അതൊന്നാലും നീ കഴിക്കണം എന്ന് പറഞ്ഞ് കഴിപ്പിക്കുക. അതിന് പുറമെ ശരിക്കും പാഷാണങ്ങളായ, ഒരിക്കലും ഭക്ഷണം തന്നെ അല്ലാത്ത, ഭക്ഷണപ്പട്ടികയിൽ തന്നെ ഇല്ലാത്ത രാസവസ്തുക്കൾ അത് വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട്. അത് WHO അംഗീകരിച്ചിട്ടുണ്ട്. WHO പറഞ്ഞതാണ്, WHO സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ് എന്ന് വെച്ചിട്ട് കഴിച്ചാലും സംഗതി ഭീകരമായ കുഴപ്പമാകുന്നത്. സാധാരണ ഭക്ഷണം തന്നെ ഇപ്പോൾ നമ്മളെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു 10-50 വസ്തുക്കളുണ്ട്, കൂട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണെന്ന് പറയാം. നേരെ മറിച്ച് ഭക്ഷ്യവസ്തു അല്ലാത്ത പാഷാണങ്ങളാണ് പലപ്പോഴും നമ്മളെ ഔഷധങ്ങൾ എന്ന പേരിൽ പിൽസ് ആയിട്ടും അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ടും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നു. അപ്പോൾ അത് ശരീരത്തിനല്ലെങ്കിൽ തന്നെ വയ്യ. അതുകൊണ്ടാണ് ക്ഷീണം വരുത്തിയത്, അതേപോലെ തന്നെ വിശപ്പില്ലാതെ ആക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അതിന് വിപരീതമായി പ്രകൃതിയെ തോൽപ്പിക്കാനായിട്ട്
പ്രകൃതിയെ ജയിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും അപകടമായി. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഈ കോവിഡ് ഉണ്ടായിട്ടുള്ള മരണങ്ങളൊക്കെ അധികവും ഒരു 99% ആശുപത്രികളിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് നടത്തിയ ട്രീറ്റ്മെൻറ്റുകൾ എന്തൊക്കെയാണ് എന്നത് പ്രശ്നമല്ല. ഈ ട്രീറ്റ്മെൻറ്റുകളിൽ എന്തൊക്കെ ജീവനെ അപഹരിക്കാവുന്നതും ഈ മെഡിസിനുകൾക്ക് എന്തൊക്കെ റിയാക്ഷൻ ഉണ്ടെന്നുള്ള ചോദ്യമല്ല. അതൊന്നും ചോദിക്കാതെ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടാണ് മരിച്ചത് എന്ന്, അതായത് കോവിഡാണ് കാരണം എന്ന് പറഞ്ഞതിന് എന്ത് ശാസ്ത്രീയ അടിത്തറയാണുള്ളത്? ഇത് പരിശോധിക്കേണ്ടതാണ്. നേരെ മറിച്ച് ഹോമിയോയിലോ ആയുർവേദത്തിലോ ഉള്ള ചികിത്സകളിൽ ഒരാളും ഈ കോവിഡ് കാരണം മരിക്കില്ല. പിന്നെ മരിക്കും എങ്ങനെ? ഭയം കാരണം. ഭയം ഉണ്ടെങ്കിലും മരണം നടക്കാം. കാരണം പല ആൾക്കാരും കോവിഡ് ഇല്ലാതെ തന്നെ കോവിഡാണെന്ന് പേടിച്ച് മരിച്ച ആൾക്കാരുണ്ട്. മരിച്ചതിന് ശേഷം അയാളെ പരിശോധിച്ച് നോക്കിയപ്പോൾ കോവിഡല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതായത് 2 കാരണങ്ങളാണ് മരിക്കാൻ. ഒന്ന് മാനസികമായ ഭയം, 2 വിഷവസ്തുക്കൾ അകത്തേക്ക് കടത്തൽ. ഈ വിഷവസ്തുക്കൾ അകത്തേക്ക് കടത്തുമ്പോൾ പലപ്പോഴും അസുഖം കൂടാനും മരണസാധ്യത ഉണ്ടാവാനും കാരണമുണ്ട്. അതേപോലെ തന്നെ റിയാക്ഷൻ ഉണ്ടാവാം. ഈ യഥാർത്ഥത്തിൽ പോഷക വസ്തുക്കളല്ലാത്ത പല വസ്തുക്കൾക്കും റിയാക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഏത് ആൻറ്റിബയോട്ടിക്കിനും റിയാക്ഷൻ ഉണ്ടാവാം. അതേപോലെ റിയാക്ഷനിൽ കൊണ്ട് പോലും, അതായത് അന്യവസ്തുക്കളോടുള്ള റിയാക്ഷനിൽ പോലും ജീവൻ നഷ്ടപ്പെടാം. അപ്പോൾ അങ്ങനെ ഈ മരണപ്പെട്ടതിനൊക്കെ തന്നെ രണ്ടാമതൊന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഗവേഷണം നടത്തുകയാണെങ്കിൽ കോവിഡ് കാരണം മരിച്ചത് എത്ര ആൾക്കാർ? നേരെ മറിച്ച് ആശുപത്രിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട്, ആശുപത്രിയിൽ നിന്ന് കൊടുത്ത വസ്തുക്കൾ കൊണ്ട് മരിക്കാൻ സാധ്യതയുള്ളവരെത്ര എന്നുള്ളത് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ കാര്യത്തിൽ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഒരു പ്രപഞ്ച നിയമമാണ്. അതായത് എല്ലാ ജീവനും, ജീവൻ എന്ന് പറയുന്നതും ജീവനില്ലാത്ത വസ്തുക്കളും രണ്ടാണ്. ലൈഫ് എന്നത് ഒരിക്കലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയില്ല, നിർമ്മിക്കാൻ കഴിയില്ല. രാസവസ്തുക്കൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ വസ്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ജീവനുള്ള ഒരു വസ്തു അതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല. ലൈഫ് കനോട്ട് ബി ക്രിയേറ്റഡ്. മാത്രമല്ല ഈ ലൈഫിൻ്റെ ഒരു പൊതു സ്വഭാവമാണ്. ലൈഫ് എന്നതിൻ്റെ ഒരു പല പൊതു സ്വഭാവങ്ങളുണ്ട്. അതിന് സ്വയം അതേപോലുള്ള സാധനത്തിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അതേപോലെ ശ്വസിക്കാൻ കഴിയും. ഇങ്ങനെ പല 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 സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് അതിൻ്റെ ചുറ്റുപാടുള്ള അന്തരീക്ഷവുമായിട്ട്, അതിൻ്റെ എൻവയോൺമെൻറ്റുമായി, ചുറ്റുപാടുള്ള അതായിക്കോട്ടെ, ആന്തരികമായ എൻവയോൺമെൻ്റ് ആയിക്കോട്ടെ, അതിനോട് പ്രതികരിക്കാനുള്ള കഴിവ്. സെൽഫ് അഡാപ്റ്റിംഗ് ടു നേച്ചർ അല്ലെങ്കിൽ ടു ദ എൻവയോൺമെൻറ്റ് ടു ആൻ എക്സ്റ്റെൻറ്റ്. ഒരു പരിധി വരെ ഉള്ളൂ കേട്ടോ. ആ പരിധി കഴിഞ്ഞാൽ അത് സ്വയം ബ്രേക്ക് ഡൗൺ. അതായത് സെൽഫ് ഹീലിംഗ് ആണത്, സെൽഫ് റിപ്പയറിംഗ് ആണത്. നമ്മൾ ഓരോ സെല്ല് എടുത്താലും ഈ സെല്ലിൻ്റെ ഒക്കെ ജീവനുണ്ട്. അത് ജീവൻ ഉണ്ടെങ്കിൽ അതിനെ രണ്ടാമത് ഉണ്ടാക്കാൻ കഴിയും, അതിനെ രണ്ടായിട്ട് വിഭജിക്കാൻ കഴിയും. അങ്ങനെ വിഭജിക്കുമ്പോൾ അതിൻ്റെ ഇപ്പോഴുള്ള ഒരു അസുഖം, ഒരു തകരാറ് തീർക്കാനും അതിന് കഴിയും എന്നാണ് ഇതുവരെയുള്ള ശാസ്ത്രീയ നിയമങ്ങളും നിഗമനങ്ങളും പഠനങ്ങളും പറയുന്നത്. അപ്പോൾ ഈ 3 കാരണങ്ങളാണ്
നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് കൺസർവേഷൻ ഓഫ് എനർജി, അതായത് ഊർജ സംരക്ഷണ നിയമം. നമ്മളെ ശരീരത്തിൽ പരമാവധി ദഹനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഊർജം പരമാവധി കുറച്ച് സമയത്തേക്ക് എമർജൻസി ആയിട്ട് നിർത്തിവെക്കുകയും ആ ഊർജം നമ്മളെ റിപ്പയർ ചെയ്യാൻ, നമ്മളെ അസുഖത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ആണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ചെയ്യണം. അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് തിയറി. എന്താണോ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത് അതിനനുസരിച്ചാണ്. നല്ലത് കൊടുത്താൽ നല്ലത്, ചീത്ത കൊടുത്താൽ ചീത്ത, മോശമായത് കൊടുത്താൽ മോശമായത്, ഉന്നതമായത് കൊടുത്താൽ ഉന്നതമായത്. ഇങ്ങനെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അപ്പം നമ്മളെ ശരീരത്തിന് സ്വതസിദ്ധമായ പ്രകൃതി നൽകിയ, പ്രകൃതി ദാനം ചെയ്ത, പ്രകൃതി ജീവൻ എന്ന എല്ലാ വസ്തുക്കൾക്കും ദാനം ചെയ്ത സെൽഫ് റിപ്പയറിങ്, സെൽഫ് ഹീലിംഗ്, സെൽഫ് അഡാപ്റ്റിംഗ് ടു നേച്ചർ ടു ആൻ എക്സ്റ്റെൻറ്റ് എന്ന സ്വഭാവം പൂർണ്ണമായിട്ടും എടുത്ത് കളയാൻ പറ്റാത്ത ഒരവസ്ഥ ജീവനുണ്ട്. ജീവൻ ഒഴിവാകുമ്പോൾ അതില്ലതാണ്. അപ്പോൾ ഈ സാധനം അവിടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രം പല പല പാഷാണങ്ങളും പല പല ഡോസിൽ നമ്മൾ മരുന്നാണെന്ന് ഇന്ന് ഗവേഷണം നടത്തി അത് തെളിയിച്ച് മരുന്നാക്കി തരുന്നത്. ഓർക്കുക, നമ്മൾ ജീവനില്ലാത്ത ഒരു ശരീരത്തിന് ഈ മരുന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവനില്ലാത്ത ഒരു വസ്തു ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സമ്മതിച്ചു, അവരെന്നെ അംഗീകരിച്ചു. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ പാഷാണങ്ങൾക്ക് എന്ത് പോസിറ്റീവായ, കൺസ്ട്രക്റ്റീവായ, സർഗാത്മകമായ വർക്കാണ് ചെയ്യാൻ കഴിയുക. സ്വാഭാവികമായും എല്ലാ പാഷാണങ്ങളും ജീവനെതിരാണ്. അത് ഒരു പെർമിസിബിൾ ഡോസിലാണ് എന്നതുകൊണ്ട്, അതായത് ഇത്ര ഡയല്യൂട്ട് ചെയ്തു എന്നതുകൊണ്ട് അത് പാഷാണം അല്ലാതായി മാറുമോ? അത് ഒന്നായിട്ടാണെങ്കിൽ നമ്മളെ ശരീരം തകർന്നു പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് കാരണം എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തെ വളരെ കൂടുതലായിട്ട് മാനിക്കുക. അതിന് എല്ലാ കഴിവുണ്ട്. നമ്മളെ അവസാനത്തെ സെല്ലുണ്ടാക്കാൻ പോലും നമ്മളെ ശരീരത്തിന് കഴിയും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്ടർ പി എ എബ്രഹാം എറണാകുളത്ത് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ കേൾക്കുക. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒന്നുമില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. എന്താ വേണ്ടുള്ളൂ? ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കഴിയുന്നത്ര കുറഞ്ഞ സമയം കൊണ്ട് വേണ്ടത്ര കഴിക്കുക. അതായത് രാവിലെ ഒരു 8 മണി മുതൽ 12 മണി വരെ നിങ്ങൾക്ക് വേണ്ടതൊക്കെ കഴിച്ചോ. പരമാവധി മര്യാദ പാലിക്കുക, ഹിതവും മിതവുമായത് കഴിക്കുക. എന്നിട്ട് ബാക്കി സമയങ്ങൾ നിങ്ങൾ ഒഴിവ് കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രമേഹം, പ്രഷറ്, അതേപോലെ തന്നെ ആസ്മ, ഇതൊക്കെ മാറാൻ അത് മതി. ഇതാണ് എൻ്റെ ഈ അതിനുശേഷമുള്ള 25 കൊല്ലം. അപ്പോൾ അല്ല 89 മുതൽ ഇപ്പോൾ ഇന്ന് വരെ, അതായത് 1990, 2009, 2019, 35 കൊല്ലത്തെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായെന്ന് അർത്ഥം. അതായത് ഞാൻ അതിനിടയിൽ ഇപ്പോൾ ഈ ആസ്മ കൂടിയിട്ട് ഓക്സിജൻ എല്ലാ കാലത്തും സിലിണ്ടറും കൊണ്ട് നടക്കണം, അതിൻ്റെ മെഷീൻ വാങ്ങണം എന്നൊക്കെ ഉപദേശിക്കപ്പെട്ടവനാണ്. പക്ഷേ അതൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ജീവിക്കാൻ എന്താ വേണ്ടുള്ളൂ വെച്ചാൽ നമ്മളെ ഭക്ഷണം പരമാവധി
ചുരുക്കുക. മാത്രമല്ല, ഈ വേവിച്ച അല്ലെങ്കിൽ ഈ ആധുനിക കാലത്തെ ഭക്ഷണങ്ങൾ ഒരു ഉച്ചയ്ക്ക് മുമ്പ് കഴിക്കുക, 12 മണിക്ക് മുമ്പ് കഴിക്കുക. ബാക്കിയുള്ള സമയം വല്ലതും കഴിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് വല്ല പഴങ്ങളോ തേനോ അല്ലെങ്കിൽ പിന്നെ നാരങ്ങ വെള്ളമോ മറ്റോ മാത്രം കഴിക്കുക. ഇങ്ങനെ ചെയ്താൽ അതാദ്യം പെട്ടെന്ന് നിങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണ്ട. ആദ്യം നിങ്ങൾ വൈകുന്നേരങ്ങളിലെ ആഹാരം നിങ്ങൾ വയറ് നിറച്ച് കഴിച്ചോ, പക്ഷേ കഴിയുന്നത്ര നേരത്തെ കഴിക്കുക. എന്നിട്ട് അത് കുറച്ച് കൊണ്ടുവരിക. ആ കഴിക്കുന്നത് പരമാവധി വേവിക്കാത്ത പച്ചക്കറിയോ പഴങ്ങൾ തന്നെ. നിങ്ങൾ ഇപ്പോഴത്തെ ഒരു അന്ധവിശ്വാസമുണ്ട്, പഴങ്ങൾ പ്രമേഹം ഉണ്ടാകും. ആ വിശ്വാസമുള്ളവർ പഴങ്ങൾ കഴിക്കരുത്, അവർ പച്ചക്കറി കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ച് ഈ 12 മണി വരെ ആഹാരം കഴിച്ച്, ഇപ്പോൾ പ്രമേഹ രോഗിയാണ് ചേർത്ത്, അതേപോലെ ഹൃദ്രോഗ രോഗിയാണ് അല്ലെങ്കിൽ ആസ്മ രോഗിയാണെന്ന് ചേർത്തുള്ളൂ. ഈ രോഗികളൊക്കെ തന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ രാവിലെ 8 മുതൽ 12 വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്ര ആഹാരം പരമാവധി മാന്യമായിട്ട് വേണ്ടത്ര വല്ലാതെ മിതവും ഹിതവുമായ രീതിയിൽ കഴിക്കും. അതിനുശേഷം പിന്നെ ആഹാരം കഴിക്കരുത്, വേണമെങ്കിൽ വെള്ളം കുടിക്കാം എന്ന്. അങ്ങനെ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പ്രശ്നം ആക്കണ്ട. ആ സമയത്ത് നിങ്ങൾ പച്ചക്കറിയോ അല്ലെങ്കിൽ പിന്നെ വേവിക്കാത്ത മറ്റ് പഴങ്ങളോ കഴിക്കാം. നിങ്ങൾക്ക് അത് തേങ്ങ വളരെ നല്ല സാധനമാണ്, ഈത്തപ്പഴം നല്ലൊരു സാധനമാണ്. ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് സമയം കളഞ്ഞിട്ട് അങ്ങനെ സാവധാനത്തിലെങ്കിലും ഈ സമയത്തുള്ള ഭക്ഷണം ആദ്യം കുറയ്ക്കുക. അതിന് ശേഷമേ നമ്മളെ ഈ 8 മുതൽ 12 വരെയുള്ള സമയത്തുള്ള ആഹാരം കഴിക്കും. ഇങ്ങനെ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണ്? ശരിക്കും 24 മണിക്കൂറിൽ 20 മണിക്കൂറും നമ്മളെ ശരീരത്തിന് ഒഴിവ് കിട്ടും. ശരീരത്തിൽ ഉറക്കമൊക്കെ നല്ല സുഖമായിട്ട് കിട്ടും, പൂർണ്ണമായ ഉറക്കം. മാത്രമല്ല, അപ്പോൾ ദഹന പ്രക്രിയ തീരെ ഉണ്ടാവില്ല. പ്രക്രിയക്കായിട്ട് ഊർജം ചെലവാക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ സുഖമായ ശരിയായ ഒരു സ്വപ്നം കൂടിയും കാണാതെ കിടന്നുറങ്ങുന്ന സമയത്ത്, അതായത് ഊർജം പരമാവധി നമ്മൾ കൺസർവ് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടാകുന്ന രക്താണുക്കളാണ് ഏറ്റവും ഊർജ്ജസ്വലവും ഏറ്റവും ശക്തവുമായത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഊർജം കൂടുതൽ നന്നായിട്ട് കിട്ടും. അങ്ങനെ ശക്തമായ നല്ല രക്താണുക്കൾ ഉണ്ടാവും. അതുവഴി നമ്മുടെ ജനറൽ ഹെൽത്ത് തന്നെ മാറും. രോഗം മെല്ലെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. ഇത് ആസ്മ രോഗികൾക്ക് ഉറപ്പാണ്, BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ രോഗികൾക്ക് ഉറപ്പാണ്, പ്രമേഹ രോഗികൾക്ക് ഉറപ്പാണ്. അതായത് ഈ ആരോഗ്യം എന്നത് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ല, അത് നിങ്ങളിലുണ്ട്. നിങ്ങളെ ശരീരത്തെ ഉണ്ടാക്കിയത് നിങ്ങളെ ശരീരമാണ്. നിങ്ങൾ അമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ, വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ വെറും ഒരു 3 കിലോ 4 കിലോ ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര വലുതാക്കിയത് നിങ്ങളെ ശരീരം തന്നെയാണ്. അപ്പം നിങ്ങളെ ശരീരത്തെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതിലുണ്ടാവുന്ന ചില സെല്ലുകളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് നമ്മളെ നെർവസ് സിസ്റ്റം ഉണ്ടാക്കാൻ കഴിയില്ല, കണ്ണിൽ ലെൻസ് ഉണ്ടാക്കാൻ കഴിയില്ല, സ്ത്രീകളുടെ അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു ഉണ്ടാക്കാൻ കഴിയില്ല. ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന നമ്മളെ ഈ ശരീരത്തിന് അവസരം കിട്ടുകയാണെങ്കിൽ, അവസരം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, യാതൊരു സംശയമില്ല, നിങ്ങളുടെ കേടുവന്ന അവയവത്തിനെ റിപ്പയർ ചെയ്യാനും അതിൻ്റെ പുതിയ സെല്ലുകളെ
കേടില്ലാത്ത അല്ലെങ്കിൽ ബലമില്ലാത്ത ബലഹീനമായ സെല്ലുകളല്ലാതെ ബലമുള്ള സെല്ലുകളാക്കി പുതുതായി ഉണ്ടാക്കുന്നതെങ്കിലും മാറ്റാനും കഴിയും എന്നതാണ് ശാസ്ത്രം തന്നെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ആരോഗ്യം എന്നത് അങ്ങാടിയിൽ നിന്ന് കിട്ടില്ല. അത് വിവരമുള്ളവന് വിവേകത്തിൽ മാത്രമേ കിട്ടുള്ളൂ. അതിനുള്ള ഏറ്റവും നല്ല ഒരു പുസ്തകം ഞാൻ സജസ്റ്റ് ചെയ്യാം. ഫെലിക്സ് ഓസ്ട്രീറ്റ് എന്ന ഒരു ശാസ്ത്രജ്ഞൻ്റെ റെസ്റ്റോറേഷൻ, കോമൺ സെൻസ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത്. എന്താണ് കോമൺ സെൻസ് റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്ന പുസ്തകം മലയാളത്തിൽ ഗാന്ധി പീസ് ഫൗണ്ടേഷനാണെന്ന് തോന്നുന്നു, നമ്മുടെ CP ഗംഗാധരൻ മാഷ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. വിവേകത്തിലൂടെ ആരോഗ്യത്തിലേക്ക് എന്ന് പറഞ്ഞു. ആ പുസ്തകം വൃത്തിയായിട്ട് നന്നായിട്ട് അനേക പ്രാവശ്യം വായിച്ചിട്ട് സംശയങ്ങളൊക്കെ തീർന്നതിന് ശേഷം മാത്രം ഈ രീതിയിലേക്ക് വരിക. അതിൽ ഈ പറയുന്ന ഇങ്ങനെയൊന്നുമല്ല, എന്നാൽ പോലും ജനറലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഇങ്ങനെയുള്ള രോഗങ്ങൾ, സ്ഥായിയായ രോഗങ്ങൾ മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ വിചാരിക്കാതെ, നിങ്ങൾ മാറാതെ ദൈവത്തിന് പോലും നിങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഓർക്കുന്നത്, എന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. നേരെ മറിച്ച് നിങ്ങളെ ശരീരത്തെ ഉണ്ടാക്കിയത് നിങ്ങളാണ്. ആ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായതുകൊണ്ടാണ്, നിങ്ങളെ ജീവനാണ് നിങ്ങളെ ഇത്രയും വലുതാക്കി, ഇത്രയും ഒരു 3 കിലോയിൽ നിന്ന് ഇപ്പോൾ 30, 60, 90 കിലോ ആക്കിയത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് ഇതേപോലെ നിങ്ങളെ ഏതെങ്കിലും അവയവത്തിനുള്ള ചെറിയ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, ഇപ്പോഴും എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതിനെ മാറ്റാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ മതി. അതിനുള്ള ബുദ്ധിയും വിവേകവും ആത്മധൈര്യവും നിങ്ങൾക്ക് വേണം എന്ന് മാത്രം. അതില്ലാത്ത ഒരാളും ഇതിന് നിൽക്കരുത്. നിങ്ങൾ ആ പറഞ്ഞ പോലെ പിന്നെ ഈ സ്വന്തം കീശി ഉയർപ്പിക്കാനായിട്ട് നടക്കുന്ന കൊള്ളക്കാരുടെ പണിയാളുകളായിട്ടുള്ള ഡോക്ടർമാരുടെയും അല്ലെങ്കിൽ വൈദ്യന്മാരുടെയും അല്ലെങ്കിൽ ചികിത്സകരുടെയും ഒക്കെ ഉപദേശം കേട്ട് എങ്ങനെയാണ് അവസാനം ചാവുക എന്ന് നമുക്കറിയാലോ അല്ലേ. അതായത് എത്രയൊക്കെ ഓട്ടേണ്ട ഓട്ടയിൽ കൂടെ ഒക്കെ ഓരോ കുഴലിട്ടിട്ട് അവസാനം ICUവിൽ എപ്പോഴാണ് ജീവൻ പോകുന്നതെന്ന് അത് ആ കുഴലെടുക്കുമ്പോഴാണ് ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക്. അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോട് എങ്ങനെ ഞാൻ യാത്ര പോവുകയാണ്, എൻ്റെ മക്കളെ അല്ലെങ്കിൽ മറ്റ് എല്ലാവരോടും യാത്ര പറയാൻ പോലും സൗകര്യമില്ലാത്ത നിലയിൽ ഒരു ഭീകരമായ യുദ്ധത്തിൽ, അതായത് രോഗത്തിനോടുള്ള യുദ്ധത്തിൽ നിങ്ങൾ അറിയാതെ ഇല്ലാതാവുന്ന അവസ്ഥയാണോ നല്ലത്? അതല്ല, നിങ്ങൾ സ്വാഭാവികമായി അതിൻ്റെ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവൻ ഇല്ലാതാവുകയാണ് വേണ്ടത് എന്ന് വിവേകമുള്ളവർ തീരുമാനിക്കുക. അതിനനുസരിച്ച് പഠിക്കുക. ആ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളെ ജീവിത രീതികൾ മാറ്റും എന്നാണ് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഇത് ശരിയാണെങ്കിൽ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പരീക്ഷണം ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. കാരണം ഇത് എൻ്റെ അഭിപ്രായത്തിൽ 22-ാം നൂറ്റാണ്ടിലെ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ അടിപ്പടവുകളാവാൻ സാധ്യതയുള്ള ചില വിവരങ്ങളാണ്. ഇത് തന്നെയാണ് അവസാനം വരിക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അന്നത്തേക്ക് എത്രയോ പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ ഉപകരണങ്ങളൊക്കെ തന്നെ കൊണ്ട് കൂടുതൽ വ്യക്തമായ, കൂടുതൽ ശാസ്ത്രീയമായ, കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം
അപ്പോൾ മാറ്റം അല്ലെങ്കിൽ ദിശ തന്നെ മാറിയേക്കാം. ഇത് നമ്മുടെ വെറും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആൻറ്റിസിപ്പേഷൻ മാത്രമാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.